ഹലോ. അപ്പോൾ 27 ആയതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നെയ്യപ്പോട്ടെ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം നമ്മളെ മലയാളീസിൻ്റെ ഇടയിലുള്ളതാണല്ലോ 27 അതേപോലെ ബറാത്ത് ഒരു മധുരം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തലേന്ന് തന്നെ വെള്ളത്തിൽ അരിയൊക്കെ ഇട്ട് വെച്ച് അതേപോലെ ശർക്കരയൊക്കെ എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. പിന്നെ വന്നിട്ട് നേരെ അരിയും അതേപോലെ ശർക്കരയും പിന്നെ അതിലേക്ക് ലേശം മൈദ പൊടിയുണ്ട്, ഇത് കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്തു. പിന്നെ അരച്ചെടുത്ത മാവിക്ക് ചെറിയ ജീരകം ഇട്ട് നന്നാക്കി മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി വേണം നോമ്പ് തുറക്കാനുള്ള എല്ലാ പരിപാടികളും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് ഇതാണ്ട് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ശരിക്കും ഇന്ന് സമൂസ അല്ല, സമൂസയ്ക്ക് പകരം കട്ട്ലേറ്റ് ആണെന്ന്. അതുകൊണ്ട് തന്നെ പണി ലേശം കൂടുതലായിരുന്നു. അപ്പോൾ എല്ലാം പെട്ടെന്ന് ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ആലോചിച്ചത് ശരിക്കും 27 രാവിലെ എന്നൊക്കെ പറയുമ്പോൾ 27 നോമ്പായല്ലോ എന്നുള്ളത്. ശരിക്കും നോമ്പൊക്കെ ഇന്നലെ തുടങ്ങിയ പോലെ ഉണ്ട്. കാരണം അത്ര പെട്ടെന്നാണ് ദിവസം പോയത്. ശരിക്കും ഞങ്ങൾ പ്രവാസികളും കൂടി ആയതുകൊണ്ട് ഓരോ ദിവസം പോണതും കൂടി അറിയില്ല. കാരണം ഫുൾ ടൈം കടയിലായതുകൊണ്ട് ദിവസങ്ങളെക്കുറിച്ചൊന്നും വലിയ ധാരണകളെ ഉണ്ടാകാറില്ല. അങ്ങനെ ഏതായാലും ടൈമൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് പരിപാടികൾ നടത്തിക്കൊണ്ട് നിൽക്കണം. കാരണം സമൂസിനെ പോലെ എന്നില്ല കട്ട്ലേറ്റ് ലേശം ടാസ്ക് ജോലി ചെയ്യുന്നു. കാരണം എന്നും സമൂസ ആയതുകൊണ്ട് ഇതൊരു പ്രത്യേകത അല്ലേ എന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഏതായാലും പണികളൊക്കെ സെറ്റായി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ നോമ്പ് തുറക്കായിരുന്നു. അങ്ങനെ ഏതായാലും നോമ്പൊക്കെ തുറന്ന് എല്ലാ പണികളും കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇശാ ആയപ്പോൾ നമ്മൾ കറി എത്തി. ശരിക്കും കറി എത്തിയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം കാൽതാക്കുന്ന ചിക്കൻ കടായിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, എല്ലാവർക്കും പാക്ക് ചെയ്ത് വെച്ചു. കാരണം ആർക്കും തികയാതിരിക്കണ്ടല്ലോ. പിന്നെ നേരെ പാകിസ്ഥാനി ഹോട്ടലിൽ പോയി. കാരണം ചിക്കൻ കടായൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും പാകിസ്ഥാനി റൊട്ടി മസ്റ്റാണ്. കാരണം അതില്ലാന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമാവും. അങ്ങനെ നേരെ അവിടെ പോയി ഒരു 15 റിയാലിന് റൊട്ടി മേടിച്ചു. ഒരു റിയാലിന് നമുക്ക് 3 റൊട്ടിയാണ് കിട്ടുക. പിന്നെ ഇന്ന് കടായി ആയതുകൊണ്ട് എല്ലാവരും 2-3 വെച്ചൊക്കെ തിന്നും എന്നുള്ള ധാരണ വെച്ചിട്ടുണ്ട് അത്രയും തോനെ മേടിച്ചത്. പിന്നെ ആ റൊട്ടിയൊക്കെ ഉണ്ടാക്കണ കാണാൻ തന്നെ ഒരു പ്രത്യേക സ്റ്റൈലാണ്. ആരാളും കുറച്ചേരം നോക്കി ഇന്ന് പോകും. അങ്ങനെ നിൽക്കുമ്പോൾ ഇതാകുന്ന ചില്ലിൻകൂട്ടിൽ നല്ല എണ്ണക്കടികളുണ്ട്, അതിൽ കൊക്കവട ഉണ്ട്, പല സാധനങ്ങളുണ്ട്. അപ്പോൾ ഒന്നും നോക്കില്ല, 2 റിയാലിന് അതും മേടിച്ചു. പിന്നെ അതും കുറിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിയിരുന്നു. ഒരാളെ ജോലി എടുക്കുന്നത് കാണാൻ വേറെ സ്റ്റൈലാണല്ലോ. എൻ്റെ മോനെ ഒരെണ്ണെടുത്ത് വായിൽ വെച്ചു. അടിപൊളി സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ഐറ്റം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഇനി ഇടയ്ക്ക് വരണം. അപ്പോഴാണ് ബായി പറഞ്ഞത് ഡെയിലി ഒന്നും ഉണ്ടാവില്ല, നോമ്പ് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണക്കടികൾ ഇവിടെ നിർത്തും എന്നുള്ളത്. അങ്ങനെ അതിൽ ഞങ്ങൾക്കുള്ള സാധനമൊക്കെ ആയപ്പോൾ അതെടുത്ത് നേരെ റൂമിൽ പോയി. കാരണം കടയിൽ ഒരുപാട് ആൾക്കാരെ വെയിറ്റ് ചെയ്യട്ടോ ഈ റൊട്ടിയും കാത്തിട്ട്. അങ്ങനെ കടയിലെത്തിയ നിമിഷം പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. നേരെ ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ റൊട്ടി എടുത്ത് നേരെ പോയി നമ്മളെ കടായിൻ്റെ അടുത്തേക്ക്. കാരണം നേരത്തെ പോയിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ ആകെ ഒരു ബഹളമാവും. അപ്പോൾ നേരെ പോയിട്ട് ആദ്യം ഇതിലാണോ കൂടുതൽ എന്നുള്ള വെറുതെ ചെക്ക് ചെയ്ത് നോക്കി. ഇനി അഥവാ ഇതിൽ കൂടുതലുണ്ടെങ്കിലോ അങ്ങനെ ആയിരുന്നു. എന്നിട്ട് നേരെ പോയി കഴിക്കാൻ. അപ്പോൾ കഴിക്കൽ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ മോനെ ഒരു രക്ഷയില്ല, നല്ല ഒന്നൊന്നര ഐറ്റം കടായി. ശരിക്കും ഇത് പ്രത്യേക താങ്ക്സ് നമ്മൾ കാലിതാക്കാനോട് പറയണം. കാരണം പുള്ളി നെട്ടിച്ച് കഴിഞ്ഞു. ശരിക്കും പാകിസ്ഥാനി റൊട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നഷ്ടമായേനെ. കാരണം അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും കറിപ്പാത്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും ഇച്ചിരി ചാരെങ്കിലും ബാക്കിയുണ്ടാവും. ഇന്നെന്തോ ചാറ് പോയിട്ട് ശരിക്കും കഴുകി വെച്ച പാത്രം പോലെ ആയിട്ട് എല്ലാവരും. അതുമാത്രമല്ല കഴിക്കണ പാത്രമാണെങ്കിലും എല്ലാവരും നല്ല തുടച്ച് വടിച്ച് കഴിച്ചിട്ട്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ടോ നമ്മളെ ഐറ്റം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നേരെ സെയ്തുബായി പോയിട്ട് ചട്ടിയും അതേപോലെ ആവശ്യമുള്ള എണ്ണയൊക്കെ ഇട്ടു. പിന്നെ ലാസ്റ്റ് മിനുക്ക് പണി എന്ന് പറയുന്ന പോലെ അടിച്ചു വെച്ചേക്ക് ലേശം കരിഞ്ചീരകം ഇട്ട് നന്നാക്കി മിക്സ് ചെയ്തു. പണികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി ചുടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ജസീറിൻ്റെ മാസ്റ്റർ ഷെഫായിട്ടുള്ള ഫൈസൽ ഭായിയാണ്. കാരണം ഞാൻ ഫസ്റ്റ് തന്നെ ചോദിച്ചു, കാരണം ഈ എണ്ണ തിളപ്പിക്കുന്നത് വളരെ ചെറിയ തീയിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ലേശം തീ കൂട്ടി വെച്ചാൽ എന്താ അപ്പോൾ പെട്ടെന്നാവില്ലേ എന്ന് പറഞ്ഞു. അത് പറ്റില്ല, ചെറിയ തീ തന്നെ എണ്ണ തിളക്കണം, എന്ന് കഴിഞ്ഞാൽ അത് പൊന്തി വരുള്ളൂ എന്നുള്ളത്. ശരിക്കും പറഞ്ഞ പോലെ തന്നെ അത് ഒഴിച്ച് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല പൊള്ളച്ച് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണ പോലത്തെ നല്ല അടിപൊളി നെയ്യപ്പമായിട്ട് കേട്ടോ. ശരിക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മോനെ നമ്മളെ കടയത്തൊക്കെ നെയ്യപ്പം മാറി നിൽക്കുന്നു പറഞ്ഞാൽ. ശരിക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കണ ഓരോ സ്റ്റൈലും അല്ലെങ്കിൽ അതിൻ്റേതായ രീതിക്ക് ഉണ്ടാക്കണോണ്ടായിരിക്കണം ഇത്ര ടേസ്റ്റ് എന്നിങ്ങനെ ആലോചിച്ച് പോയി. പിന്നെ അത് മാത്രമല്ല നമ്മളൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരുപാടുണ്ട്. ശരിക്കും ഇതൊക്കെ ചുട്ട് വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ശരിക്കും ഇതിനൊരു പ്രത്യേക ക്രേസ് വേണം, അല്ലെങ്കിൽ ഇതിനോടൊരു ഇഷ്ടം വേണം. എന്നാൽ മാത്രമേ നന്നായിട്ട് കിട്ടുള്ളൂ. കാരണം നമ്മളെങ്ങനെ തലകുത്തി മറിഞ്ഞാലും ഇതുപോലെ കിട്ടൂല. കാരണം ഒന്ന് നമുക്ക് ക്ഷമയല്ല, രണ്ട് നമ്മൾ എടുക്കുന്ന ജോലിയോടുള്ളൊരു ആത്മാർത്ഥക്കുറവായിരിക്കണം. ശരിക്കും ഇവരൊക്കെ ഇടയിൽ വന്ന് ശരിക്കും ഭാഗ്യം തോന്നുന്നു. കാരണം ചില സമയത്തൊക്കെ നമുക്ക് നാട് മിസ് ചെയ്യണതൊക്കെ ഇതുപോലത്തെ പല കാര്യങ്ങളിലാണെങ്കിലും നമുക്കതൊക്കെ ഒഴിവായി കിട്ടും.
അപ്പോൾ ഇടയ്ക്ക് ഓരോരുത്തരിങ്ങനെ വന്ന് നോക്കി പോവും എന്തായി പണി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ പെരുന്നാക്കിലെ ചർച്ചകൾ, നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള അങ്ങനെ പല പല കാര്യങ്ങളും അപ്പുറം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും വലിയ ത്രില്ല് എന്താണെന്ന് വെച്ചാൽ ശരിക്കും നോമ്പായതുകൊണ്ട് എല്ലാവർക്കും ഒരേ ഡ്യൂട്ടിയാണ്. ഒരേ ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ 4 മണിക്കാട്ടെ നമ്മളെ കട തുറക്കുക. 4 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ സുബൈക്ക്, അതായത് ഒരു 3, 3:30, 3:45 ആകുമ്പോൾ കട അടക്കും. കട അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് കട്ടക്കളി കളിക്കും. ഈ കട്ടക്കളി കഴിഞ്ഞിട്ട് നേരെ നിസ്കരിക്കാൻ പോകും. നിസ്കരിച്ച് വന്നു കഴിഞ്ഞാൽ വീണ്ടും റൂമിൽ കയറിയിട്ട് കട്ടക്കളി കളിക്കും. അങ്ങനെ 8 മണി 9 മണി ആകുമ്പോഴാണ് എല്ലാവരും ഉറങ്ങുക. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എന്തായാലും ഒരാൾക്ക് 3-4 വെച്ച് എന്തായാലും ഉണ്ടാവും. അപ്പോൾ 2 ഇപ്പോൾ കഴിച്ച് കഴിഞ്ഞാലും വെളുപ്പിനെ കട്ടക്കളിയൊക്കെ കളിക്കുമ്പോൾ വീണ്ടും ഒരു കട്ടൻ ചായ കുടിച്ച് തിന്നാലോ എന്നുള്ള ഒരു ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഏറെക്കുറെ ചുട്ട് തീരാറായപ്പോൾ റാഷിദ് വന്നിട്ടൊന്ന് ഹെൽപ്പിന്. റാഷിദ് വന്നു, അതേപോലെ നമ്മളെ സെയ്തുബായി വന്നു. എല്ലാവരും ഇട്ട് നോക്കുന്നുണ്ട്. ശരിക്കും ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം. അതൊരു വേറെ സ്റ്റൈൽ തന്നെയായിരുന്നു. അങ്ങനെ ഏറെക്കുറെയൊക്കെ സാധനം ആയി കഴിഞ്ഞപ്പോൾ നമ്മളെ കിച്ചണിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാലിതാക്കാക്കും അങ്ങനെ അവിടെ ഉള്ളൊരു 3-4 പേരുണ്ട് അപ്പുറത്ത്. ഒരിക്കലും അത് ആദ്യം തന്നെ പാക്ക് ചെയ്ത് ഒരുക്കി കൊടുത്തയച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർ വരുന്നതിനനുസരിച്ച് ഓർക്കെല്ലാവർക്കും കൊടുത്തിട്ടോ. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ നമ്മളെ കടയിലെ യമനികൾക്കും അതേപോലെ ക്യാഷിലിരിക്കുന്ന നമ്മളെ സൗദികൾക്കും എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ആദ്യം തന്നെ കടയിൽ അടച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ കട്ടക്കിളി കളിക്കണം അവിടേക്ക് നേരെ കൊണ്ടുവച്ചു. അപ്പോൾ ആദ്യം ഓരോത് കഴിച്ച് പിന്നെ നേരെ ബാക്കിയുള്ളത് എത്ര ആളുണ്ടെന്ന് ആദ്യം എണ്ണി നോക്കി. കാരണം ബാക്കിയുള്ളത് ആരെ കൊടുത്താലും എല്ലാവർക്കും എത്തണമല്ലോ. അങ്ങനെ നേരെ പോയി യമനികളുടെ അടുത്തേക്ക്. അപ്പോൾ യമനികൾക്ക് കൊടുത്തു. അപ്പോൾ ഓർക്കിത് എന്താണ് സാധനം അറിയില്ല, കാരണം ഓരൊക്കെ ഇത് ഫസ്റ്റാണ് കഴിക്കുന്നത്. പിന്നെ നമ്മളെ കടയിലെ ഓരോരുത്തർക്ക് എല്ലാവർക്കും എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മളെ കടയിൽ ക്യാഷർ കൊടുത്തു. ക്യാഷർ ചോദിച്ചത് എന്താ സാധനം എന്നല്ല, അപ്പോൾ പറഞ്ഞത് ഹിന്ദിയിലുള്ള വെറൈറ്റി ഐറ്റം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓരെല്ലാവരും കഴിച്ചിട്ടോ. കഴിച്ച എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. കാരണം നമ്മളെ കടയിൽ നിന്നൊക്കെ മേടിക്കണം അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു സെയിം ടേസ്റ്റ്, ഒരു മാറ്റമില്ല. ശരിക്കും ഞാൻ ഇന്നതൊക്കെ മാറ്റി വെച്ചിരുന്നു വന്ന് കൊണ്ടുവന്ന സമയത്ത് തന്നെ. കാരണം കട്ടകളി നടന്നുകൊണ്ട് നിൽക്കുമ്പോൾ കട്ടൻ ചായ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കട്ടൻ ചായയും കൂട്ടി കഴിച്ചു. എൻ്റെ മോനെ, ഒരു 1-1.5 ഐറ്റം എന്ന് പറയില്ല. ഐറ്റം എന്ന് മാത്രമല്ല, ശരിക്കും എന്തൊക്കെയോ ഒരു പെട്ടെന്ന് നമ്മളെ നാടൊക്കെ മിസ് ചെയ്ത പോലൊരു തോന്നൽ. അപ്പോൾ ഏതായാലും ഇന്ന് ഇത്രയും നല്ലൊരു വിഭവം ഉണ്ടാക്കി തന്നെ നമ്മളെ ഫൈസൽ ബായ്ക്ക് ബിഗ് താങ്ക്സ് പറയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.